ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൊക്കുകളെ പറ്റിയാണ്. അന്റാർട്ടിക്ക ഒഴികെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മിക്കവാറും കൊക്കുകളെ കാണപ്പെടാറുണ്ട്. കേരളത്തിൽ ഇവയെ എപ്പോഴും കാണാറുള്ളത് പുഴത്തടാകങ്ങളിലും കായലോരങ്ങളിലും കുളക്കരയിലുമൊക്കെയാണ്. ഇവിടെ വിഹാരരംഗം. ഇവയെ ഒറ്റയ്ക്കും രണ്ടെണ്ണമായും കൂട്ടത്തോടെയും കാണാറുണ്ട്. പ്രജനന സമയത്ത് അവ കൂട്ടം കൂടിയാണ് നടക്കാറ്. പതിവ് പോലെ ഇന്ന് പാടത്ത് കൊക്കുകളെ കാണാൻ ഇടയായി. ഈ വെള്ളരി കൊക്കുകൾക്ക് പെരുമുണ്ടി എന്ന് പേര് പറയും. നീർപക്ഷികളുടെ ഗണത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. വിവിധ ഇനത്തിലുള്ള കൊക്കുകൾ ഉണ്ട്. അവയിൽ ചിലതാണ് പെരുമുണ്ടി, ചെറുമുണ്ടി, ചാരക്കൊക്ക് മുതലായവ. വെള്ളരി കൊക്കുകൾ ഉണ്ട്. ഈ കൊക്ക് വർഗ്ഗങ്ങളിൽ തന്നെ ദേശാടന കൊക്കുകളുമുണ്ട്. ചെറുമുണ്ടി കൊക്കുകൾ വലിപ്പം കുറഞ്ഞവയാണ്. പെരുമുണ്ടി കൊക്കുകളിൽ നിന്നും അവയെ വലിപ്പം കൊണ്ട് മാത്രമല്ല, പെരുമുണ്ടി കൊക്കിൻ്റെ കണ്ണിൻ്റെ മുന്നിലുള്ള നഗ്ന ചർമ്മത്തിൽ കണ്ണിന് താഴെയായി പുറകോട്ടായി കാണാം. എന്നാൽ ചെറുമുണ്ടികൾക്ക് കണ്ണിന് താഴെ അത് കാണാൻ കഴിയില്ല. മുതിർന്ന ഒരു പെരുമുണ്ടി കൊക്ക് ഏകദേശം 700 ഗ്രാം മുതൽ 1700 ഗ്രാം വരെ തൂക്കമുണ്ടായിരിക്കും. നീണ്ട കാലുകൾക്ക് കറുപ്പ് നിറവും കൊക്കിന് മഞ്ഞ നിറവും. പ്രത്യുൽപാദന കാലത്ത് ആൺകൊക്കുകളുടെ തൂവലിന് റെഡിഷ് കളർ വരുന്നത് കാണാം. ഇവ വൃക്ഷശിഖരങ്ങളിലാണ് കൂടുകൂട്ടുന്നത്. ആൺപക്ഷിയാണ് വൃക്ഷശിഖരത്തിൽ അസ്ഥിവാരമായി വലിയ അമ്പുകൾ ഉറപ്പിക്കുന്നത്. അതിനുശേഷം മരക്കൊമ്പുകളും ഇലകളുമൊക്കെ ആയി കൂടുണ്ടാകും. കൂടുണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഇവ പ്രത്യുൽപാദനത്തിന് തയ്യാറാവുകയുള്ളൂ. പകലന്ത്യോളം പുഞ്ചപ്പാടത്തും തൊടിയിലും കഴിഞ്ഞ് സന്ധ്യമയങ്ങുമ്പോൾ അവയുടെ കൂട്ടിലേക്ക് മടങ്ങും. വിവിധ തരം പക്ഷികൾ കൂട്ടമായാണ് ചേക്കേറുന്നത്. കൊക്കുകൾ അധികം ശബ്ദിക്കാറില്ല. ശത്രു സാന്നിധ്യം മനസ്സിലാകുമ്പോഴും ചേക്കേറുന്ന സമയങ്ങളിലുമാണ് അവ ക്രോ ക്രോ എന്ന് ശബ്ദിക്കാറുള്ളത്. ഇവയുടെ ഭക്ഷണം മത്സ്യം, തവളകൾ, ചെറിയ ഉരുകങ്ങൾ, പ്രാണികൾ മുതലായവയാണ്. ഇവയുടെ മുട്ടയുടെ നിറം പച്ച കലർന്ന ഇളം നീല നിറമാണ്. 1 മുതൽ 6 7 എണ്ണം വരെ മുട്ട വിരിയിപ്പിക്കാറുണ്ട്. 23 മുതൽ 27 ദിവസം കൊണ്ടാണ് അവയുടെ മുട്ട വിരിയുന്നത്. ഇനിയും കൊക്കുകളെ പറ്റി പറയാനുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നിർത്തുന്നു.